ഹായ് ഡിയേഴ്സ്, ദിസ് ഇസ് ANG ഫ്രം മാർക്കനെക്സ്. സോ മക്കളെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് കീം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള കീം ആസ്പിരൻസിനുള്ള അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഫാർമസി കോഴ്സുകളുടെ ആദ്യ അലോട്ട്മെന്റിന്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിന്റെ രജിസ്ട്രേഷൻ ഫീ എത്രയാണ്, അഥവാ അലോട്ട്മെന്റ് ലഭിച്ചില്ലെങ്കിൽ ഈ ഫീ നമുക്ക് തിരികെ കിട്ടുമോ, ആൻഡ് എന്താണ് കോഴ്സ് ഫീസ് ആയിട്ട്, ട്യൂഷൻ ഫീസ് ആയിട്ട് ബി ഫാമിന് നിങ്ങൾ കൊടുക്കേണ്ടി വരുന്ന ഫീസ് എത്രയാണ്, ആൻഡ് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും. അത് കൂടാതെ കഴിഞ്ഞ വർഷം ബി ഫാമിന് അഡ്മിഷൻ കിട്ടിയ കുട്ടികളുടെ ലാസ്റ്റ് റാങ്ക്, ഗവൺമെന്റ് സെക്ടറിലും സെൽഫ് ഫിനാൻസിങ് സെക്ടറിലും ഏത് റാങ്ക് വരെയുള്ളവർക്കാണ് അഡ്മിഷൻ ലഭിച്ചത്, ഇതും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണ്. ആദ്യം ഓപ്ഷൻ രജിസ്ട്രേഷനുള്ള സൗകര്യമുണ്ട്. നമ്മൾ MBBSനും BDSനും എഞ്ചിനീയറിംഗിനും ഒക്കെ ഓപ്ഷൻസ് കൊടുക്കില്ലേ, അതുപോലെ തന്നെ നമ്മുടെ പ്രയോറിറ്റി ഓർഡർ അനുസരിച്ച് ഒന്നാമത്തെ കോളേജ്, രണ്ടാമത്തെ കോളേജ്, മൂന്നാമത്തെ കോളേജ് എന്നുള്ള നമ്മുടെ ലിസ്റ്റ് നമുക്ക് തയ്യാറാക്കാനുള്ള ടൈമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അടുത്ത ഘട്ടത്തിൽ, സെക്കൻഡ് ഘട്ടത്തിൽ ഒരിക്കലും പുതിയ ഓപ്ഷൻസ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാക്സിമം ഓപ്ഷൻസ്, ഇനി പുതുതായിട്ട് ഏതെങ്കിലും സീറ്റോ കോളേജോ അനുവദിച്ചാൽ മാത്രമാണ് പുതിയ സീറ്റ്സ് കൊടുക്കാൻ പറ്റുക. അല്ലെങ്കിൽ നിലവിലുള്ള സീറ്റ്സിലേക്ക് നമുക്ക് ഈ ഒരു ലാസ്റ്റ് അവസരമാണെന്ന് തന്നെ പറയാം, അവസാന അവസരമാണ്. സോ മാക്സിമം ഓപ്ഷൻസ് നിങ്ങൾ പോകുന്ന, നിങ്ങൾക്ക് തന്നെ ഉറപ്പുള്ള ഏറ്റവും മികച്ച കോളേജുകൾ സെലക്ട് ചെയ്തുകൊണ്ടുള്ള പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കുക. അതനുസരിച്ച് ഓപ്ഷൻസ് നൽകാനുള്ള ടൈം 31/7/2026 വൈകുന്നേരം 4 മണി വരെയാണ്. നമ്മുടെ സിയുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള www.ce.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് 31-ാം തീയതി വരെ ഓപ്ഷൻസ് നൽകാവുന്നതാണ്. ആ ഒരു സ്കെഡ്യൂൾ കാണാം. 28-ാം തീയതി ഓൺലൈനായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷനുള്ള വെബ്സൈറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങാം. 31-ാം തീയതി 4 മണി വരെയാണ് ഓൺലൈൻ ഓപ്ഷൻ രജിസ്ട്രേഷനുള്ള സൗകര്യം. അതിനുശേഷം നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാനാവത്തില്ല. 1-ാം തീയതി നമ്മുടെ പ്രൊവിഷണൽ അലോട്ട്മെന്റ് വരും. ആ അലോട്ട്മെന്റിൽ എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അത് നള്ളിഫൈ ചെയ്ത് 2-ാം തീയതി ആദ്യ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കും. അപ്പോൾ പ്രൊവിഷണൽ അലോട്ട്മെന്റ് വന്നാൽ ഉടനെ നമുക്ക് കോളേജിലേക്ക് പോയി ജോയിൻ ചെയ്യാൻ പറ്റില്ല. അതിന് ആ ഫൈനൽ അലോട്ട്മെന്റ് തന്നെ വരണം. അപ്പോൾ 1-ാം തീയതിയാണ് അത് വരുന്നത്. അതിനുശേഷം 2-ാം തീയതിയാണ് അത് വരുന്നത്. അതിനുശേഷം നമുക്ക് കോളേജുകളിലേക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാനുള്ള അവസരം 3-ാം തീയതി മുതൽ 5-ാം തീയതി വരെ, ഓഗസ്റ്റ് 3 മുതൽ ഓഗസ്റ്റ് 5 വരെ, ഓഗസ്റ്റ് 5 4 മണി വരെ ആയിരിക്കും നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ച ആ ഒരു കോളേജിലേക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരം. റെഡി അല്ലേ? യെസ്. ഓക്കെ, ഇനി ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീ. വെറുതെ നമുക്ക് ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കില്ല. ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീ ഉണ്ട്. അപ്പോൾ 2000 രൂപയാണ് കുട്ടികൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീ ആയിട്ട് വരുന്നത്. ഫാർമസി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനുള്ള ഫീ ആണ്. അഥവാ നമുക്ക് ഒരു കോളേജിൽ കിട്ടുന്ന ടൈമിൽ നമുക്ക് അലോട്ട്മെന്റ് ലഭിച്ചതിന് ശേഷം ഈ ഒരു ഫീസ്, നമ്മൾ അടച്ച ഈ ഒരു രജിസ്ട്രേഷൻ ഫീസ് നമ്മുടെ ട്യൂഷൻ ഫീ ഇനത്തിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ഫീസ് നഷ്ടപ്പെടത്തില്ല. അലോട്ട്മെന്റ് ലഭിച്ച് പ്രവേശനം നേടുന്ന കോഴ്സിന്റെ ട്യൂഷൻ ഫീ ഇനത്തിലേക്ക് ഈ ഒരു എമൗണ്ട് വകയിരുത്തുന്നതായിരിക്കും. ഓക്കെ, ഇനി SC/ST കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥികളും ശ്രീചിത്ര ഹോം, ജുവനൈൽ ഹോം, നിർഭയ ഹോം എന്നിവിടങ്ങളിലെ അപേക്ഷകരും ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീ ആയിട്ട് 500 രൂപ മാത്രം അടച്ചാൽ മതി. ആരൊക്കെയാണ്? SC/ST, OEC, OBC അല്ല, OEC കാറ്റഗറിയിൽ വരുന്ന കുട്ടികളും പിന്നെ ഞാൻ പറഞ്ഞ ഈ കുട്ടികളും 500 രൂപ മാത്രമാണ് ഫീസ് ആയിട്ട് അടയ്ക്കേണ്ടത്. ഈ ഒരു ഫീസ് നിങ്ങൾക്കും ഫീസ് നഷ്ടപ്പെടത്തില്ല. നിങ്ങളുടെ കോഷൻ ഡെപ്പോസിറ്റിൽ ഈ 500 രൂപ കുറച്ചിട്ടാണ് നിങ്ങളെ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ ചെല്ലുമ്പോൾ നിങ്ങളുടെ കോഷൻ ഡെപ്പോസിറ്റിലേക്ക് ഈ 500 രൂപ അവർ റെഡ്യൂസ് ചെയ്യും. അപ്പം നമ്മുടെ രജിസ്ട്രേഷൻ ഫീ ഒന്നും നഷ്ടപ്പെടില്ല. അതേപോലെ ഒരു കാര്യം, നമുക്ക് എവിടെയും അലോട്ട്മെന്റ് ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, സെൽഫ് ഫിനാൻസിലും കിട്ടിയില്ല, ഗവൺമെന്റ് സീറ്റുകളിലും കിട്ടിയില്ല, എവിടെയും അലോട്ട്മെന്റ് ലഭിച്ചില്ലെങ്കിൽ അലോട്ട്മെന്റ് പ്രോസസ്സ് അവസാനിച്ച ശേഷം ഈ രജിസ്ട്രേഷൻ ഫീ നമുക്ക് തിരികെ കിട്ടും. പക്ഷെ എവിടെയെങ്കിലും അലോട്ട്മെന്റ് ലഭിച്ചിട്ടും നിങ്ങൾ അവിടെ പോയി ജോയിൻ ചെയ്തില്ല എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഫീസ് തിരികെ കിട്ടില്ല. ആ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക. ഇനി നമ്മുടെ കോളേജ് ഫീ ആണ് പറയാൻ പോകുന്നത്. ഒരു വർഷം ഗവൺമെന്റ് ഫാർമസി കോളേജുകളിൽ 17,370 രൂപയാണ് ട്യൂഷൻ ഫീ ആയി വരുന്നത്. സെൽഫ് ഫിനാൻസിങ് ഫാർമസി കോളേജുകളിലെ ട്യൂഷൻ ഫീ 1,14,268. നമ്മൾ MBBSന്റെ ഒക്കെ ആണെങ്കിലും സ്പെഷ്യൽ ഫീ എന്ന് പറഞ്ഞ ഒരു എമൗണ്ട് കൊടുക്കണം. ആ സ്പെഷ്യൽ ഫീ വരുന്നത് 43,848 രൂപയുമാണ്. ഗവൺമെന്റിലാണെങ്കിൽ 17,370 രൂപ. റെഡി അല്ലേ? യെസ്. ഇനി കഴിഞ്ഞ വർഷങ്ങളിൽ ഗവൺമെന്റ് സീറ്റ് കിട്ടിയ കുട്ടികളെ നമുക്ക് നോക്കാം. ഓരോ കോളേജുകളും നോക്കുകയാണെങ്കിൽ ഓപ്പൺ കാറ്റഗറിയിൽ 1338 റാങ്കിന് വരെ ഒരു ഗവൺമെന്റ് സീറ്റ് കിട്ടിയിട്ടുണ്ട്. കോട്ടയത്താണ്. കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് മെഡിക്കൽ കോളേജ് കോട്ടയത്താണ് കുട്ടിക്ക് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഇഴവ കാറ്റഗറി നോക്കുകയാണെങ്കിൽ സെയിം കോളേജിൽ 2096 റാങ്കാണ് ക്ലോസിംഗ് റാങ്ക്. മുസ്ലിം കാറ്റഗറി 1583 1583നും
15,000 കേട്ടോ വന്നത്. ഓക്കെ, LA കാറ്റഗറി 6,669-നും ധീവര കാറ്റഗറി 7,412-നും കഴിഞ്ഞ വർഷം ഒരു ഗവൺമെന്റ് സീറ്റ് ഫാർമസിക്ക് ലഭിച്ചിരുന്നു. അതേപോലെ വിശ്വകർമ്മ കാറ്റഗറി 2,744, ബാക്ക്വേർഡ് ഹിന്ദു കാറ്റഗറി നോക്കുകയാണെങ്കിൽ 5,644, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ കാറ്റഗറി നോക്കുകയാണെങ്കിൽ 4,186, KN കാറ്റഗറി നോക്കുകയാണെങ്കിൽ 5,507, KU കാറ്റഗറി കുടുംബി ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് ആണ് KU 8,820, KN കുശവൻ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് ആണ്. SC കാറ്റഗറി 9,316, ST കാറ്റഗറി 18,327, EW ഇക്കണോമിക്കലി വീക്കർ സെഷൻ ആണ്. ജനറൽ കാറ്റഗറിയിൽ തന്നെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളാണ്. 4,353-മാണ് ഗവൺമെന്റ് സെക്ടറിന്റെ ക്ലോസിംഗ് റാങ്ക് ആയിട്ട് വരുന്നത്. എന്നാൽ സെൽഫ് ഫിനാൻസിങ് സെക്ടർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്പൺ കാറ്റഗറിയിൽ ജനറൽ കാറ്റഗറിയിൽ തന്നെ 23,000-നും 22,000-നും 20,000 റേഞ്ചിനൊക്കെ പല കോളേജുകളിൽ കിട്ടിയിട്ടുണ്ട്. 26,000 റേഞ്ചിൽ വന്നിട്ടുണ്ട്. 31,000 റേഞ്ചിൽ തിരുവല്ല പത്തനംതിട്ടയിൽ 31,000 റാങ്കിന് ജനറൽ കാറ്റഗറിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സെൽഫ് ഫിനാൻസിങ് സ്ട്രീമിൽ കോളേജ് വേരി ചെയ്യുന്നതിനനുസരിച്ച് ക്ലോസിംഗ് റാങ്ക് മാറും. 25,000-ന് കിട്ടിയിട്ടുണ്ട്, 21,000-ന് കിട്ടിയിട്ടുണ്ട്, 35,000-ന് കിട്ടിയിട്ടുണ്ട്. സോ ക്ലോസിംഗ് റാങ്ക് മാറുന്നതിനനുസരിച്ച് ഇതും മാറുന്നതായിരിക്കും. കോളേജ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് വേരി ചെയ്യുന്നതിനനുസരിച്ച് ക്ലോസിംഗ് റാങ്കും ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. ആൻഡ് നമ്മൾ ഗവൺമെന്റ് സെക്ടറിൽ നോക്കുകയാണെങ്കിൽ എങ്ങനെ പോയാലും ഒരു 1,000 ജനറൽ കാറ്റഗറി ഒക്കെ നോക്കുകയാണെങ്കിൽ 1,300 മാക്സിമത്തിനാണ് കഴിഞ്ഞ വർഷം ഒരു ഗവൺമെന്റ് സീറ്റ് കിട്ടുന്നത്. ബാക്കി എല്ലാ കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഏകദേശം ഇതിനടുത്ത് തന്നെയാണ് വരിക. 1,800, 2,000, 1,500 ഒക്കെയാണ് പലതിൻ്റെയും ക്ലോസിംഗ് റാങ്ക് ആയിട്ട് വരുന്നത്. സോ എനിവേ മക്കൾ എത്രയും പെട്ടെന്ന് തന്നെ വളരെ ശ്രദ്ധാപൂർവം ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തുക. നിങ്ങൾ പോകുമെന്ന് 100% ഉറപ്പുള്ള ഏറ്റവും മികച്ച കോളേജുകൾ കണ്ടെത്തി ആ കോളേജ് തന്നെ ഓപ്ഷൻസ് ആയിട്ട് നൽകുക. കൊടുക്കുന്ന എല്ലാ കോളേജുകളും കൊടുക്കുന്ന എല്ലാ ഓപ്ഷൻസും നമ്മൾ പോകും എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തണം. കാരണം നമ്മളെ അടുത്ത അലോട്ട്മെന്റിലേക്കൊക്കെ കൺസിഡർ ചെയ്യണം അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഏറ്റവും മികച്ച ക്യാമ്പസുകൾ സെലക്ട് ചെയ്ത് ഏറ്റവും മികച്ച ഇതിലേക്ക് തന്നെ പോവുക. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ ബൈ.